പത്തനംതിട്ടയിൽ വൃദ്ധനെ വീട്ടിൽ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തി. ആങ്ങമൂഴി സ്വദേശി സോമനെയാണ് വീട്ടിൽ അവശ നിലയിൽ കണ്ടെത്തിയത്. ഡിവൈഎഫ്ഐ നേതൃത്വം വൃദ്ധനെ ആശുപത്രിയിലാക്കി. ബന്ധുവായ യൂത്ത് കോൺഗ്രസ് നേതാവ് സോമനിൽ നിന്ന് സ്വത്ത് എഴുതി വാങ്ങി ഉപേക്ഷിച്ചതായി ഡിവൈഎഫ്ഐ പരാതി നൽകി. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, ഡിവൈഎഫ്ഐ നടത്തിയത് മനുഷ്യത്വപരമായ ഒരു ഇടപെടലാണ്. എന്തൊക്കെയാണ് അവർ ആരോപിക്കുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കോന്നി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായ സുമേഷ് ആങ്ങമൂഴിക്കെതിരെയാണ് ആരോപണമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സുമേഷ് ആങ്ങമൂഴിയുടെ അച്ഛന്റെ സഹോദരനായ സോമന്റെ പക്കൽ നിന്നും ഒരേക്കറിലധികം ഭൂമി ഈ സുമേഷ് എഴുതി വാങ്ങുകയും ഈ സോമനെ നോക്കിക്കോളാം എന്ന ഉറപ്പിന്മേൽ അത്തരത്തിൽ ഭൂമി എഴുതി വാങ്ങുകയും ചെയ്തു. എന്നാൽ ഈ വൃദ്ധനെ ഒരു ഷെഡിനുള്ളിൽ, ഒരു ടാർപോളിൻ കെട്ടിയ ഷെഡിനുള്ളിലാക്കുകയും തിരിഞ്ഞു നോക്കാൻ പോലും ശ്രമിക്കാതെ ഇരിക്കുകയും ചെയ്തു എന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം ഉള്ളത്. ഏറെ നാളായി ഇത്തരത്തിൽ ഏറെ ശാരീരിക അവശതകൾ നേരിടുന്ന ഇയാൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായി എന്നും അതേപോലെ തന്നെ പുഴുവരിച്ച നിലയിൽ ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഡിവൈഎഫ്ഐ പറയുന്നു. ആരോഗ്യ പ്രവർത്തകരും നാട്ടുകാരും അടക്കം ഈ സുമേഷ് ആങ്ങമൂഴിയോട് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്ന ആരോപണവും ഡിവൈഎഫ്ഐ ഉയർത്തുന്നു. പിന്നീട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ഡിവൈഎഫ്ഐ നേതൃത്വമാണ് ആ സ്ഥലത്തേക്ക് എത്തുകയും അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഒരു മനുഷ്യത്വപരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ സുമേഷ് നിഷേധിക്കുന്നുണ്ട്. 2 വർഷം മുൻപ് ഈ സോമൻ സ്വമേധയാ സ്വത്തുവകകളെല്ലാം തനിക്ക് എഴുതി നൽകിയിരുന്നതാണെന്നും എല്ലാ മാസവും ചിലവിനുള്ള പണം താൻ നൽകുന്നുണ്ട് എന്നും സുമേഷ് പറയുന്നു. അതുപോലെ തന്നെ ആശുപത്രിയിൽ പോകാൻ ഈ സോമൻ അനുവദിക്കാതിരുന്നതാണെന്നും അതിന് തയ്യാറല്ലായിരുന്നുവെന്നും അല്ലാതെ താൻ മനഃപൂർവ്വം ആശുപത്രിയിൽ കൊണ്ടുപോകാത്തതല്ലായിരുന്നു എന്നും ഈ സുമേഷ് പറയുന്നു. എന്തായാലും ഇക്കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം ഈ രണ്ട് ഭാഗത്തു നിന്നും വരേണ്ടതായിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നിലവിൽ ആരോപിക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു ഗുരുതരമായ അനാസ്ഥ അല്ലെങ്കിൽ സ്വത്ത് വകകൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായി എന്ന് പറയുന്നു. എന്നാൽ ഇത്തരം ആരോപണങ്ങളെല്ലാം തന്നെ ഈ സുമേഷ് ആങ്ങമൂഴി എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നിഷേധിക്കുകയും ചെയ്യുന്നു. അഖില.